ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्री गुरुभ्यो नमः। हरिः ओं। യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം ചതുർത്ഥ അധ്യായം വാധരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം ഷഡാചാര്യ ബ്രാഹ്മണം ചതുർത്ഥ മന്ത്രം. യഥേവ തേ കച്ചിദബ്രവീത് തത് ശൃണ്വാമിധി അബ്രവീത് മേ ബർക്കുഃ വാർഷ്വഃ ചക്ഷുഃ വൈ ബ്രഹ്മേതി യഥാ മാധൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത് തഥാ തത് വാർഷ്ണോ അബ്രവീത് ചക്ഷുഃ വൈ ബ്രഹ്മേതി അപശ്യതോ ഹി കിം സ്യാദ് ഇതി അബ്രവീത് തു തേ തസ്യ ആയതനം പ്രതിഷ്ഠാ ന മേ അബ്രവീദിതി ഏകപാദ്വ ഏതത് സാമ്രാഡിതി സഹ വൈനോ ബ്രൂഹി യാജ്ഞവൽക്യഃ ചക്ഷുഃ ഏവ ആയതനം ആകാശഃ പ്രതിഷ്ഠാ സത്യം ഇത്യേനത് ഉപാസീത കാ സത്യത യാജ്ഞവൽക്യഃ ചക്ഷുഃ ഏവ സാമ്രാഡിതി ഹോവാച ചക്ഷുഷാ വൈ സാമ്രാട് പശ്യന്തം ആഹുഃ അദ്രാക്ഷീർ ഇതി സഹ ആഹ അദ്രാക്ഷമിതി തത് സത്യം ഭവതി ചക്ഷുഃ വൈ സാമ്രാട് പരമം ബ്രഹ്മ ന ഏനം ചക്ഷുഃ ജഹാതി സർവാണി ഏനം ഭൂതാനി അഭിക്ഷരന്തി ദേവോ ഭൂത്വാ ദേവാനി അപ്യേതി യഹ ഏവം വിദ്വാനേതതുപാസ്തേ ഹസ്തേ ഋഷഭം സഹസ്രം ദധാമി ഇതി ഹോവാച ജനകോ വൈ ദേഹഃ സഹോവാച യാജ്ഞവൽക്യഃ പിതാ മേ അമന്യത ന അനനുശിഷ്യ ഹര ഇത ഇതി. ആ ടേബിൾ എടുക്കുമോ എല്ലാവരും? നമ്മൾ ആ വരച്ച അല്ലേ, അതിലുണ്ട് നമ്മൾ ഇത്രയും നേരം കണ്ട മന്ത്രങ്ങളുടെ എന്താ പറയുക, നട്ഷല്ലെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സംഗ്രഹം അതിലുണ്ട്. നമ്മൾ കണ്ടു. പ്രഥമ മന്ത്ര ആഖ്യായിക, ദ്വിതീയ മന്ത്രം വാഗ്ദേവതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ജിത്വാവ്. തൃതീയ മന്ത്രം ഉദംഗൻ, വായുദേവത അല്ലെങ്കിൽ പ്രാണൻ ബ്രഹ്മനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ചതുർത്ഥ മന്ത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭർഗു ആദിത്യനാണ് ബ്രഹ്മൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവരോട് മൂന്ന് പേരുടെയും അവരുടെ മൂന്ന് പേരിൽ നിന്നും കിട്ടിയ ജ്ഞാനം പൂർണ്ണമല്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനോട് പറഞ്ഞു കൊടുത്തു. പൂർണ്ണജ്ഞാനവാനാക്കൂ എന്ന് ജനക മഹാരാജാവിൻ്റെ ഗുരു ഉപസക്തി എല്ലാ മന്ത്രങ്ങളിലും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. എനിക്ക് പൂർണ്ണമായ അറിവ് നൽകിയാലും ആ അറിവ് അങ്ങക്ക് ലഭ്യമാകണമെങ്കിൽ ഏതൊരു ജ്ഞാനമാണോ
ജിത്വാവ്, ഉദങ്കൻ, ഭർക്കു ഇനി വരുന്നുണ്ട്, ഭാരദ്വാജൻ, ജാബാലൻ, ശാഖല്യൻ ഇത്യാദികളൊക്കെ. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു നൽകിയത് അംശജ്ഞാനം മാത്രമാണ്. പൂർണ്ണജ്ഞാനമാകണമെങ്കിൽ അങ്ങ് ഉപാസന ചെയ്ത് ചിത്തശുദ്ധി വരുത്തി പരമാത്മാവ് ഒരു ദേവതയിലോ ഒരു ഇന്ദ്രിയത്തിന്റെ അടിസ്ഥാന ദേവതയായ ആ ദേവതയിലോ അല്ലെങ്കിൽ മറ്റ് ഒരു ദേവതകളിൽ ഒതുങ്ങുന്നതല്ല. ആ ദേവതയ്ക്ക് ആധാരമായതും ആ ദേവതയെ കൊണ്ട് അതിൻ്റെ ധർമ്മം ചെയ്യിപ്പിക്കുന്നതുമാണ് ആകാശ സ്വരൂപനായ ഈശ്വരൻ, സർവവ്യാപിയായ പരമാത്മാവ് എന്ന് ഉപദേശിക്കുന്നതാണ് ഷഡാചാര്യ ബ്രാഹ്മണം എന്നത്. നമ്മൾ 4-ാമത്തെ മന്ത്രത്തിന്റെ പകുതി വരെ കണ്ടിരുന്നു. നമുക്ക് ബാക്കി കാണാം. ചക്ഷുഃ ഏവ ആയതനം ആകാശഃ പ്രതിഷ്ഠ സത്യം ഇത്യേനത്, ഇത്യേനതെന്നാണ്, ഇത്യേനത് ഉപാസീത. അതാര് പറയുന്നതാണ്? അപ്പൊ നമ്മുടെ മനസ്സിൽ ആ സഭാമണ്ഡപം അവരുടെ ചർച്ച തുടരുന്നു. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അതിനു മുമ്പ് എന്താ ജനക മഹാരാജാവ് പറഞ്ഞത്? പൂർണ്ണജ്ഞാനത്തെ അല്ലയോ യാജ്ഞവൽക്യ മഹർഷി എനിക്ക് നൽകിയാൽ. അപ്പോൾ തൊട്ടു മുമ്പുള്ള മന്ത്രത്തിൽ കണ്ടതും ഇനിയും കാണാൻ പോകുന്ന മന്ത്രങ്ങളിൽ ആവർത്തിക്കുന്നതുമായ സഹ വൈ നോ ബ്രൂഹി യാജ്ഞവൽക്യ എന്നത് ജനക മഹാരാജാവിന്റെ ഗുരു ഉപസക്തി പ്രതിപാദന വാക്യമാണ്. ശ്രദ്ധിക്കണേ. സഹ വൈ നോ ബ്രൂഹി യാജ്ഞവൽക്യ എന്ന് വെച്ചാൽ എന്താ? പൂർണ്ണജ്ഞാനവാനായ അല്ലയോ യാജ്ഞവൽക്യ മഹർഷി എനിക്കും എൻ്റെ ആപാദജ്ഞാനത്തെ മാറ്റിയാലും അല്ലേ പറഞ്ഞു നൽകുകയാണ് ഇനി മുതൽ യാജ്ഞവൽക്യ മഹർഷി. അപ്പൊ ഗുരു ഉപസക്തി നടത്തിയതിന് ശേഷമാണ് യാജ്ഞവൽക്യ മഹർഷി ശിഷ്യാനുശാസനം, ശിഷ്യനുള്ള ഉപദേശം ആരംഭിക്കുന്നത്. അപ്പം ചക്ഷുഹു ഏവ ആയതനം അതെന്താണ്? ശിഷ്യാനുശാസനമാണ്. അതിന് തൊട്ടു മുമ്പുള്ളിടത്തും എല്ലാം ശിഷ്യാനുശാസനം നമ്മൾ കണ്ടിരുന്നു. എവിടെയാണ് അത് വരുന്നത്? അപ്പം നിങ്ങൾ 3-ാമത്തെ മന്ത്രം എടുക്കുവാണെങ്കിൽ അവിടെയും ഉണ്ട്. സഹ വൈ നോഹി ബ്രൂഹി യാജ്ഞവൽക്യ, ജനക മഹാരാജാവിന്റെ ഗുരു ഉപസക്തി. അത് കഴിഞ്ഞ് എന്താ? പ്രാണയേവ ആയതനം ആകാശ. അപ്പൊ ആയതനം ആകാശ പ്രതിഷ്ഠ എന്ന് പറയുന്നില്ല. ഇനിയും വരുന്നുണ്ട് 5-ാമത്തെ മന്ത്രത്തിലും ആയതനം ആകാശ പ്രതിഷ്ഠ എന്നുള്ള. അപ്പൊ അതെല്ലാം എന്താണ്? ശിഷ്യാനുശാസനം, ശിഷ്യനുള്ള ഉപദേശമാണ് യാജ്ഞവൽക്യ മഹർഷി. ഇവിടെ ഇതാണ് ചക്ഷുഹു ഏവ. കാരണം എന്താണ്? ചക്ഷുരേന്ദ്രിയത്തിന്റെ അടിസ്ഥാന ദേവതയായ ആദിത്യനാണ് ബ്രഹ്മൻ എന്നാണ് പറഞ്ഞു കൊടുത്തത് ഇവർക്കും. അതുകൊണ്ട് അതല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് കാരണമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചക്ഷുഹു ഏവ ആയതനം ആകാശഃ പ്രതിഷ്ഠ, കോമ അല്ലെ, പ്രതിഷ്ഠ വരെ ഒരു സ്ട്രെച്ചിലാണ് അതെ. അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചൊല്ലാൻ. ചക്ഷുഹു ഏവ ആയതനം ആകാശഃ പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് സത്യമിത്തേനതുപാസീത. അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങയ്ക്ക് അംശജ്ഞാനം കിട്ടിയത്? ചക്ഷുരേന്ദ്രിയത്തിന്റെ അടിസ്ഥാന ദേവതയായ ആദിത്യൻ പരമാത്മാവിന്റെ സൃഷ്ടിയിലെ ഒരു ദേവത മാത്രമാണ്, അല്ലാണ്ട് പരമാത്മാവല്ല. എന്നിട്ട് ആ ദേവതയുടെ ധർമ്മങ്ങൾ പറയുകയാണ്. ചക്ഷുരേന്ദ്രിയത്തില് ജീവാത്മാക്കളുടെ, നമ്മുടെയൊക്കെ കണ്ണില് എന്താണ്? ചക്ഷുരേന്ദ്രിയത്തില് ആകാശ സ്വരൂപനായ പരമാത്മാവാണ് വ്യാപിച്ചിരിക്കുന്നത്. ആ ദേവതയെ അവിടെ കുടിയിരുത്തി, എവിടെ? ചക്ഷുരേന്ദ്രിയത്തിൽ ആദിത്യനെ കുടിയിരുത്തി. ആ ആദിത്യൻ എന്താണ്? നമുക്ക് കാഴ്ച എന്ന അനുഭവത്തെ ഉണ്ടാക്കി തരുന്നു. അല്ലാണ്ട് ചക്ഷുരേന്ദ്രിയത്തെ സൃഷ്ടിച്ചതോ, ചക്ഷുരേന്ദ്രിയത്തിൽ കാഴ്ചയാണ്, കണ്ണുകൊണ്ട് കാഴ്ച എന്ന അനുഭവമാണ്, അല്ലാണ്ട് കണ്ണുകൊണ്ട് കേൾവി എന്ന അനുഭവമല്ല അല്ലേ? അപ്പൊ ഇതാരാണ് ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് സൃഷ്ടി നടത്തിയത്? അതൊക്കെ ഈശ്വരനാണ്, പരമാത്മാവാണ്. ഈശ്വരനാണ് ആദിത്യനെ സൃഷ്ടിച്ചതും ആദിത്യനെ കണ്ണില് കുടിയിരുത്തിയതും ആ കണ്ണില് ആദിത്യൻ ധർമ്മം ചെയ്തുകൊണ്ട് കാഴ്ച എന്ന അനുഭവത്തെ നൽകിപ്പിക്കുന്നതും പരമാത്മാവാണ്. ആ പരമാത്മാവിനെ വിളിക്കുന്നു ആകാശഃ. അത്
ഭഗവാന്റെ ലക്ഷണം പറയുകയാണ് ഇവിടെ. ആകാശം ഇസിക്കൽ ടു ബ്രഹ്മൻ എന്നാണ് ഇവിടെ. എന്തുകൊണ്ട് വിളിക്കുന്നു ബ്രഹ്മനെ ആകാശം എന്ന്? സർവവ്യാപി അല്ലേ, ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്നത്. ലിമിറ്റ്ലെസ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ആകാശം. അൺലിമിറ്റഡ് നമ്മൾ പറയാറില്ല അൺലിമിറ്റഡ് ഓഫർ എന്നൊക്കെ, അതുപോലെ ആ അർത്ഥമാണ് ഇവിടെ ആകാശ എന്ന്. ആ ആകാശ സ്വരൂപനാണ് ആയതനമേവ ചക്ഷു. അപ്പം നിങ്ങൾ അന്വയിക്കുമ്പോൾ തിരിച്ചന്വയിക്കണേ. എങ്ങനെ? പരമാത്മാ ആകാശ സ്വരൂപ ആയതനമേവ ചക്ഷു എന്ന് വെച്ചാൽ എന്താ? ആ സർവവ്യാപിയായ പരമാത്മാവാണ് ചക്ഷുവിനും ആയതനം ആശ്രയമായിരിക്കുന്നത്. കണ്ണിനും കണ്ണിൻ്റെ ദേവതയായ ആദിത്യനും ആശ്രയമായിരിക്കുന്നു. ആയതനം ആശ്രയം അല്ലേ? ഒന്നുകൂടെ പറയാം, ഇങ്ങനെ വേണം അന്വയിക്കാൻ. ആകാശ അല്ലെ പരമാത്മാ ആകാശ, ആകാശ സ്വരൂപന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് എന്താ? ആയതനമേവ ചക്ഷുഹു എന്ന് വെച്ചാൽ എന്താണ്? ചക്ഷുവിനും ആശ്രയമായിരിക്കുന്നത്. ഏവ എന്നുള്ള വാക്ക് കണ്ടോ അവിടെ? അത് മാത്രമാണ് ആശ്രയം. കണ്ണിന് ആശ്രയം പരമാത്മാവ് മാത്രമാണ്, അല്ലെ ഈശ്വരൻ മാത്രമാണ്. ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ അതുകൂടെ അധ്യാഹാരം ചെയ്യണം. ചക്ഷുഹു ഏവ ആയതനം ആദിത്യ ഏവ ആയതനം. ചക്ഷുവിനും ആശ്രയവും ചക്ഷുവിൻ്റെ ദേവതയായ ആദിത്യനും ആശ്രയം ആരാകുന്നു? സർവവ്യാപിയായ ഈശ്വരനായിരുന്നു. അതാണ് അതിനുശേഷം അടുത്ത ലക്ഷണം പറയുന്നു പ്രതിഷ്ഠ. ആ സർവവ്യാപിയായ ഈശ്വരനാണ് എല്ലാറ്റിലും പ്രതിഷ്ഠിതമായത്, എല്ലാറ്റിലും കുടികൊള്ളുന്നു. ആകാശ പ്രതിഷ്ഠ എന്നത് രണ്ടും ഈശ്വരൻ്റെ പര്യായം പറയുന്നതേ ഉള്ളൂ. പ്രതിഷ്ഠ എന്ന് വെച്ചാൽ കുടികൊള്ളുന്നത്, ആലംബനമായിരിക്കുന്നത് ഇത്യാദി അർത്ഥങ്ങളാണ് അവിടെ. അപ്പോൾ ചക്ഷുരേന്ദ്രിയത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ ചക്ഷുരേന്ദ്രിയത്തിൽ കുടികൊള്ളുന്നതും ചക്ഷുരേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവതയായ ആദിത്യനിലും പ്രതിഷ്ഠിതമായിരിക്കും കുടികൊള്ളുന്നതും ആകാശസ്വരൂപനായ പരമാത്മാവാണ്. അതിനുശേഷം ഇതാണെന്ന് ഉപദേശം കൊടുത്തു. ഇപ്പം നമ്മൾ ഗുരുവിൻ്റെ ലക്ഷണം കണ്ടല്ലോ അല്ലേ ഇന്നലെ? എന്താണ് ഉപദേശം? ആ ഉപദേശമാണ് ചക്ഷുഹേവ ആയതനം പ്രതിഷ്ഠ. ഇനി ഉപദേശത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? രണ്ടാമത്തെ ഗുരുവിൻ്റെ ലക്ഷണം എന്താ? ഉപായം അല്ലേ? എങ്ങനെ ഈ സർവവ്യാപിയായ പരമാത്മാവിനാലാണ് കണ്ണു പ്രവർത്തിക്കുന്നത്, കണ്ണിലൊരു ദേവതയുണ്ട് ആദിത്യൻ, ആ ആദിത്യൻ ധർമ്മം ചെയ്യുന്നത് എന്നൊക്കെ ഉപദേശം കൊടുത്തു. അപ്പോൾ ആ ഉപദേശത്തിനെ ഞാൻ ഉൾക്കൊണ്ട് ആ ഉപദേശത്തിനെ എൻ്റെ അനുഭവമാക്കി വരണേ, എനിക്ക് അധികാരം വേണം. ആ അധികാര ഉപായമാണ് അടുത്ത വാക്ക്. സത്യം ഇത്തേനതുപാസീത. യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിന് അധികാരം പറഞ്ഞു കൊടുക്കുക. എന്താണ്? ആ പരമാത്മാവിനെ സത്യമായി അങ്ങ് ഉപാസീത എന്ന് വെച്ചാൽ എന്താണ്? സ്മരണ ചെയ്യ വേണം, നിരന്തര സ്മരണം. എന്ത്? എനിക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ, നേത്രഗോളകം ജഡമല്ലാത്തത് കൊണ്ടാണ്, ചൈതന്യ സ്വരൂപൻ അതിലുള്ളത് കൊണ്ടാണ്, അതിൽ ആദിത്യൻ എന്ന ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ടാണ്. വെറുതെ ആദിത്യൻ ഇരുന്നാൽ ആദിത്യൻ നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴെന്താണ്? എൻ്റെ നേത്രഗോളകത്തിൽ ആദിത്യൻ എന്ന ദേവതയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആദിത്യനെ കൊണ്ട് ധർമ്മം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് പരമാത്മാവാകുന്നു എന്ന് ആര് ഉപാസന ചെയ്താൽ, നിരന്തരം സ്മരണ ചെയ്താൽ, പിന്നെ അവർക്ക് എന്താണ് ഫലം എന്ന് അടുത്തതിൽ പറയുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സത്യം എന്ന വാക്ക് സത്യം എന്ന് ഉപാസിക്കാൻ പറയുന്നു. അതിന് കാരണം നമ്മൾ ഇന്നലെ എഴുതിയിരുന്നു. എന്തുകൊണ്ട് സത്യമെന്ന് പറയുന്നു? അതിന് കാരണമാണ് നമ്മൾ എന്താ എഴുതിയത്? വയം ചക്ഷു. ഒരുമിച്ച് വായിക്കാം, എന്നോടൊപ്പം മനസ്സിൽ വായിക്കുക എല്ലാവരും, അല്ലെ ഉറക്കെ വായിച്ചോളൂ അല്ലെ, നിങ്ങൾ മുറിയിൽ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഉറക്കെ വായിച്ചോളൂ. വയം ചക്ഷുഷാ യത് പശ്യാമഹ തത് അധികതയാ വിശ്വാസാമഹ അതഃ സത്യശബ്ദേന അത്ര നേത്രാണി വർണ്ണിതാനി സന്തി. അല്ലേ? കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് നമ്മൾ സത്യമായി വിശ്വസിക്കുക. അതുകൊണ്ട്
കണ്ണിന് സത്യം എന്ന പദം ഇവിടെ വിശേഷണമായി കൊടുത്തിരിക്കുന്നു. അപ്പം പരമാത്മാവാണ് സത്യസ്വരൂപൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട് അല്ലെ? സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, തൈത്തിരീയ ഉപനിഷത്ത് 2.1. പിന്നെ സത്യമേവ ജയതേനാമൃതം മുണ്ടകോപനിഷത്തിൽ രണ്ടാം മുണ്ടകാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരുപാട് സ്ഥലത്ത് സച്ചിദാനന്ദ സത്യസ്വരൂപൻ എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെയും കണ്ടിട്ടുണ്ട്, നമ്മൾ തൃതീയ അധ്യായത്തിലും കണ്ടിട്ടുണ്ട് സത്യം അല്ലേ? അന്തർയാമി ബ്രാഹ്മണാണോ അതോ അക്ഷരബ്രാഹ്മണാണോ? ഇത് രണ്ടിലേതെങ്കിലും ഒന്നിൽ, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ചെക്ക് ചെയ്യുക. അന്തർയാമിയാണോ അക്ഷരബ്രാഹ്മണോ? അവിടെയും സത്യം എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ്? പരമാത്മാവിൻ്റെ പര്യായം തന്നെയാണ് സത്യം. പക്ഷെ ഇവിടെ അത് കണ്ണിനോട് ഉപമിച്ച് പറയുക, കണ്ണിന് വിശേഷണമായി പറയുകയാണ്. എന്തുകൊണ്ട് പറഞ്ഞു? കണ്ണുകൊണ്ട് കാണുന്നതാണ് നമ്മൾ പ്രാഥമികമായും വിശ്വസിക്കുക. അതുകൊണ്ട് സത്യം എന്ന വിശേഷണം അല്ലേ, അഡ്ജക്റ്റീവ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനക മഹാരാജാവ് ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ് അല്ലേ? നമ്മുടെ ആ സംഭാഷണം ഇങ്ങനെ നമ്മുടെ മനസ്സിലൂടെ പോകണം. അടുത്ത ഡയലോഗ് ജനക മഹാരാജാവിൻ്റെയാണ്. കാ സത്യത യാജ്ഞവൽക്യ, അല്ലയോ യാജ്ഞവൽക്യ മഹർഷേ, ഗുരുവിൻ്റെ ശിഷ്യന്റെ പ്രശ്നമാണ് അടുത്തത്. എന്താണ് ഈ സത്യം? അങ്ങ് സത്യം എന്ന് പറഞ്ഞല്ലോ, ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞു തരാവോ എന്നുള്ള ഭാവത്തിൽ ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയോട് അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് ഈ സത്യമെന്ന് എനിക്ക് വിസ്തരേണ ഉപദേശാൽ അല്ലെ, എനിക്ക് വിസ്തരിച്ച് ഉപദേശിച്ചു നൽകൂ. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, ചക്ഷുഹു ഏവ സമ്രാട് അല്ലെങ്കിൽ സമ്രാട് ഇതിഹോവാച, ചക്ഷുരേന്ദ്രിയം തന്നെയാണ് സത്യം. ഞാൻ കണ്ണിനാണ് സത്യം എന്ന വിശേഷണം കൊടുത്തത്. എന്തിന് വിശേഷണം കൊടുത്തു? അതിനുള്ള കാരണം പറയുന്നു. ചക്ഷുഷാ വൈ സമ്രാട്, ചക്ഷുഷാ വൈ, ചക്ഷുഷിനാലാകുന്നു എന്നുവെച്ചാൽ രണ്ട് കണ്ണില്ല, അതുകൊണ്ട് ചക്ഷുഷാ ദ്വിവചനം ഉപയോഗിച്ചിരിക്കുന്നു. ചക്ഷുഷാ നേത്രേന്ദ്രിയത്തിനാൽ, വൈ ആകുന്നു എന്നുണ്ട്. വൈ എന്നുള്ള വാക്കിന് കണ്ണിനാലാകുന്നു എന്നാണ്. ഇവിടെ ഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിൽ വൈ എന്ന വാക്കിന് എഴുതിയിരിക്കുന്നത് സഹായാതെന്നാണ്. വേണ്ടവരെഴുതുക. വൈ എന്ന ഒറ്റ പദത്തിൻ്റെ അർത്ഥമാണ് സഹായാത് എന്ന് വെച്ചാൽ ചക്ഷുഷാ വൈ എന്ന് വെച്ചാൽ ചക്ഷുഷിൻ്റെ സഹായത്തിനാലാകുന്നു. സഹായാതെന്നുള്ള വാക്ക് അധ്യാഹാരം ചെയ്യണം അവിടെ. എവിടെ? ചക്ഷുഷാ സഹായാത് വൈ, ചക്ഷുഷാ സഹായാത്, സഹായം എന്നുള്ള സംസ്കൃത പദമാണ് കേട്ടോ. ചക്ഷുഷാ സഹായാത്, സഹായത്തിനാൽ, സഹായാത് വൈ, ചക്ഷുഷിന്റെ സഹായത്തിനാൽ, വൈ, വൈ എന്ന് വെച്ചാൽ ആകുന്നു. ചക്ഷുഷാ സഹായാത് വൈ എന്ന് പറയുമ്പോൾ ഈ നേത്രേന്ദ്രിയത്തിന്റെ സഹായത്തിനാലാണല്ലോ സമ്രാട്. പശ്യന്തം ആഹുഹു അദ്രാക്ഷീർ ഇതി. യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനോട് പറയുകയാണ്, എന്താണ്? നീ കണ്ടുവോ, ഇന്നത് കണ്ടോ, കണ്ടില്ലയോ എന്നൊക്കെ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണ്, സത്യം എന്തിന് ഞാൻ കണ്ണിന് വിശേഷണം കൊടുത്തു, അതിന് കാരണം പറയുകയാണ്. നീ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നീ അത് കണ്ടോ, ഇത് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടു എന്നെങ്ങനെ പറയും? എൻ്റെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിച്ചാലേ ഉള്ളൂ. അവിടെ ആദിത്യൻ വേണം അല്ലേ? ആദിത്യൻ അതിൻ്റെ ധർമ്മം ചെയ്യണം. ആദിത്യനെ കൊണ്ട് പരമാത്മാവ് ആ ധർമ്മം ചെയ്യിപ്പിക്കണം. ഈ ഘടകങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കാഴ്ച എന്ന അനുഭവം എനിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാ എനിക്ക് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ കണ്ടു എന്ന് എനിക്ക് സത്യസന്ധമായി ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. പശ്യന്തം അല്ലേ? പശ്യന്തം എന്ന് വെച്ചാൽ, പശ്യൻ എന്ന് വെച്ചാൽ കാണുക. പശ്യന്തം കണ്ടുവോ, ആഹുഹു അദ്രാക്ഷേതി എന്ന്
ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കണ്ടു എന്ന് പറയാൻ സാധിക്കണം. അപ്പം അതിനെന്ത് വേണം? സത്യസന്ധമായി പറയാൻ സാധിക്കണം. കണ്ടു, അല്ലെ ഞാൻ കണ്ടില്ല. ഇപ്പം നമ്മളോട് ചോദ്യം, ഒരു സാധനം കാണാണ്ട് പോയി വീട്ടിൽ, എന്തെങ്കിലും പേനയോ പെൻസിലോ അല്ലെ എന്തെങ്കിലും, നമ്മൾ നാട്ടിൽ പോയെന്ന് വിചാരിച്ചാൽ, ഒരു ഉദാഹരണം പറയുക. അപ്പോൾ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇന്ന സാധനം ഇന്നടത്ത് വെച്ചത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആളോട് ചോദിക്കും, ഞാനിതിവിടെ വെച്ചിട്ടാ പോയെ, നിങ്ങൾ കണ്ടുവോ? അപ്പം മൂപ്പരെന്ത് പറയണോ ഉത്തരം? അല്ലെ മൂപ്പരോ ആരെങ്കിലും, സ്ത്രീയോ പുരുഷനോ, അപ്പോൾ എന്ത് പറയണോ ഉത്തരം? ഞാൻ കണ്ടു, അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. സത്യസന്ധമായി എങ്ങനെ പറയും? ഞാൻ കണ്ടിരുന്നു. ഇപ്പം അത് കാണുന്നില്ല. ഇപ്പം എന്ത് പറയും? ഞാൻ കണ്ടില്ല. അല്ലേ? ഇപ്പം എങ്ങനെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും? നമ്മുടെ കണ്ണിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലേ? എങ്കിലേ സത്യസന്ധമായി ഉത്തരം പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ സത്യം എന്ന വിശേഷണം കൊടുത്തത്. അല്ലേ? എളുപ്പമല്ലേ ഇതൊക്കെ? കുട്ടികളോട് പറഞ്ഞു തരുന്ന പോലെ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തരിക, അല്ലേ? എന്നിട്ട് പറയുന്നു, സഹ ആഹ അദ്രാക്ഷമിതി തത് സത്യം ഭവതി. സഹ, സഹ എന്ന് വെച്ചാൽ കാണുന്നയാള്. പശ്യന്തം, സഹ പശ്യന്തഃ, ഈ കാണുന്നയാള്, കണ്ണുകൊണ്ട് കാണുന്നയാള് എന്തു പറയണം? ആഹ അദ്രാക്ഷം, ഞാൻ കണ്ടു എന്ന് പറയും. അതല്ലേ തത് സത്യം ഭവതി. ഇവിടെ സത്യം എന്നുള്ളിടത്ത് അധ്യാഹാരം ചെയ്യുക. തത് സത്യവചനം ഭവതി. തത് സത്യം എന്നുള്ളിടത്ത് എഴുതുക സത്യവചനം ഭവതി. എന്തുകൊണ്ടെന്ന് പറയാം, ആദ്യം എഴുതുക. ഒന്നുകൂടെ പറയാം. സഹ ആഹ അദ്രാക്ഷമിതി കോമ തത് സത്യവചനം ഭവതി. തത് സത്യവചനം ഭവതി. ഈ ഉദാഹരണമാണല്ലോ പറയുന്നത്, എന്തുകൊണ്ട് ഞാൻ സത്യം എന്ന് പറഞ്ഞു എന്ന്, അല്ല സത്യമെന്ന് വിശേഷണം കൊടുത്തു എന്ന് ജനക മഹാരാജാവ് ചോദിക്കുമ്പോൾ യാജ്ഞവൽക്യ മഹർഷി ഉദാഹരണത്തിലൂടെ പറയുകയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ സത്യമായി പറയുക. അപ്പോഴല്ലേ നമ്മൾ സത്യവാചികളാകുക. അതാണ് ഇവിടെ പറയുന്നത്. നേത്രേന്ദ്രിയത്തിൻ്റെ സഹായത്തിലാ നീ കണ്ടുവോ എന്ന് ആരെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു പറയും? കണ്ടാൽ അത് കണ്ടു എന്ന് പറയും. കണ്ടില്ലെങ്കിൽ ന പശ്യാമഹ, ഞാൻ കണ്ടില്ല എന്ന് പറയും. ആ സത്യവചനം അപ്പോഴാണ് ആകുക, അല്ലേ? അല്ലെങ്കിൽ അനൃതം പറയേണ്ടി വരും. ഞാൻ കണ്ടു എന്നാണ്, ഞാൻ കണ്ടില്ല എന്ന്. നിങ്ങൾ കോടതിയിലൊക്കെ കണ്ടില്ലേ? അതാണ് ഇവിടെ പറയും. എന്താണ് കോടതിയിൽ ഏറ്റവും വില പോവുക, അല്ലേ? ഒരു ക്രൈം നടക്കുകയാണ്. കോടതി ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് ആർക്കാണ്? ദൃക്സാക്ഷികൾക്കാണ്, അല്ലേ? ദൃക്സാക്ഷിയെ വിസ്തരിക്കാൻ പറയും. ഒന്നാം സാക്ഷി, രണ്ടാം സാക്ഷി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അതിനാണ് ഏറ്റവും മൂല്യം. എന്തുകൊണ്ടാണ്? സത്യവചനം. അത് നമ്മൾ കണ്ടിട്ട് വ്യവഹാരത്തിൽ തന്നെ ഉണ്ട്. ഒരു സാധനം കളവ് പോയി, അല്ലെ കാണാണ്ട് പോയി, ഇപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്ത്? ഇവിടെ ഇരുന്നത് നീ കണ്ടുവോ, അല്ലേ? ഒരു നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അമ്മേൻ്റെ വീട്ടിലുണ്ടായ സംഭവമാണ്. ഒരു കുട്ടി വരും പണിക്ക്. അപ്പോൾ എന്ത് ചെയ്യും? വീട്ടിലെ ഗൃഹനാഥൻ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ വെച്ചു. മൂപ്പരതൊന്നും ശ്രദ്ധിക്കില്ല. മൂപ്പർക്ക് വായനയുടെ ആശാലാണ്, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്ത്, ഈ വീട്ടിൽ ചെറിയൊരു കുട്ടി വരും പാത്രം കഴുകാനും അടിച്ചു തുടയ്ക്കാനൊക്കെ. അപ്പം എന്ത് ചെയ്യും? കുറേ ദിവസങ്ങളായിട്ട് ഒരു സാധനം മൂപ്പര് ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അത് അവിടെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല. കുറേ ദിവസം കഴിഞ്ഞ് എന്തോ ഒരു ആവശ്യത്തിന് ഇതിങ്ങനെ നോക്കുമ്പോൾ സാധനം കാണുന്നില്ല. അപ്പോൾ ആകെ ഇവർ രണ്ടാളേ ഉള്ളു. അപ്പം മൂപ്പത്തിയോട് ചോദിച്ചു, നീ കണ്ടോ? മൂപ്പത്തിയാളെ എപ്പോഴും വേറൊരു ലോകത്താണ്. ഇത് എന്ന് വാങ്ങിച്ചു, ഇത് മൂപ്പര് വാങ്ങിച്ചോ, ഇത് എന്തിനാ വാങ്ങിച്ചോ ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആകെ വരുന്നത് ഈ
അടിച്ചു വാരുന്ന ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടിയോട് ചോദിച്ച് ഇങ്ങനൊരു സാധനം ഇവിടെ ഇരുന്ന് നീ കണ്ടുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞില്ല, സത്യസന്ധ വചനമായി പറയില്ല, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ശരി, കാരണം നമ്മുടെ കയ്യിൽ CCTV ക്യാമറയോ തെളിവോ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു, ശരി അവരങ്ങ് വിട്ട്. കാരണം നമുക്ക് അതിന് ദൃക്സാക്ഷി വേണമല്ലോ, അവരോട് ചോദിക്കണമെങ്കിൽ അതിന്, അല്ലെങ്കിൽ അതിൻ്റെ വരും വരാഴികൾ തീരുമാനിക്കണത് സാക്ഷി വേണം. അപ്പോൾ നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതങ്ങ് വിട്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ വന്നു ഒരു ദിവസം. അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ച് ഇങ്ങനൊരു സാധനമുണ്ട്, ഇത്ര 10,000 റുപ്യയുടെ സാധനമാണ്, കാണുന്നില്ല, വേറെ ആരും വീട്ടിൽ വരാനില്ല, നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. എന്താ സംഭവിച്ചതെന്ന് വലിയ ആർക്കും അറിഞ്ഞൂടോ. പിറ്റേ ദിവസം മുതൽ ആ കുട്ടി ജോലിക്ക് വരാണ്ടായി. പിന്നെ എവിടെയോ ദൂരദേശത്തേക്ക് അതിൻ്റെ അമ്മ പലായനം ചെയ്യിപ്പിച്ച് വിട്ട ആ കുട്ടിയെ. ഇപ്പം അവിടെ ഇല്ല. അപ്പം ഇതാണ്, അതെന്താണ്, സത്യവചനം. അപ്പം എന്ത് സംഭവിച്ചു, അവർക്ക് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി കുട്ടിയാണ് ഇതെടുത്തത്. നമ്മൾ കോടതിയിലൊക്കെ ഇങ്ങനെയല്ലേ തെളിവ്. അപ്പം അതിൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ വീട്ടിൽ കിട്ടിക്കാണും തെളിവ്. എന്ത് ചെയ്യുക, ആ കുട്ടിയെ അവിടെ നിന്ന് എന്താ പറയുക, നാട് കടത്തി. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്നതാണിത്. സത്യം എന്നതിന്, കണ്ണിന് സത്യം എന്ന വിശേഷണം കൊടുത്ത എന്തുകൊണ്ടാണ്, കണ്ണാണ് നമുക്ക് ഏറ്റവും സത്യമായി നമ്മളെ മനസ്സുപോലും വേണം പറ്റിക്കാം. പക്ഷെ കണ്ണിന് കളവ് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആകുന്നു ജനക മഹാരാജാവേ, ഞാൻ അങ്ങ് ഇവിടെ സത്യമെന്ന വിശേഷണം കണ്ണിന് നൽകിയത്. നമ്മളിവിടെ എഴുതിയില്ലേ, സഹ ആഹ അദ്രാക്ഷമിതി തത് സത്യവചനം ഭവതി എന്നുള്ളിടത്ത് ഭഗവത്പാദർ എന്താണെന്നറിയാം അതിന് കൊടുത്തത്, ദൃക്സാക്ഷി ദൃഷ്ടാന്തം എന്നാ. എഴുതിക്കോളൂ, ദൃക്സാക്ഷി ദൃഷ്ടാന്തം. ഇത് ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ എക്സാമ്പിൾ, ഉദാഹരണം. എന്തോ ഉദാഹരണം, ദൃക്സാക്ഷി ഉദാഹരണം. ദൃഷ്ടാന്തം തന്നെ എഴുതിക്കോളൂ, ഉദാഹരണം മലയാള പദമാണ്. ദൃക്സാക്ഷി ദൃഷ്ടാന്തം, ദൃക്സാക്ഷി ദൃഷ്ടാന്തം. എന്താണ്, എന്തുകൊണ്ടത് പറഞ്ഞു, കണ്ണാണ് ദൃക്ക് എന്ന് വെച്ചാൽ കാണുന്നവ, കാണുന്നതിന് സാക്ഷിയായിരിക്കുന്നത്. അത് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ സുഖമോ ദുഃഖമോ എന്തും കണ്ടോട്ടെ, നമ്മൾ അതിന് സാക്ഷിയായിരിക്കുന്ന ഒരു ഇന്ദ്രിയമേ ഉള്ളൂ, അതാണ് ചക്ഷുരേന്ദ്രിയം. അതുകൊണ്ടാണ് ചക്ഷുരേന്ദ്രിയത്തിന് സത്യമെന്ന വിശേഷണം കൊടുത്തത്. അപ്പം ഇത് വേണം നമ്മൾ മനനം ചെയ്യാൻ. വേണേൽ നമുക്കിത് പഠിച്ചു പോകാം. പക്ഷെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനും മനനം ചെയ്യണേ, എൻ്റെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഞാൻ കാണുന്നത് സത്യമാണ്. അതെനിക്ക് സത്യമായി എങ്ങനെ അനുഭവമാകുന്നു, അല്ലെ, ഇത് പാലാണ്, തൈരാണ്, മോരാണ്, ചുമപ്പാണ്, കറുപ്പാണ്, വെളുപ്പാണ്, ഇതൊക്കെ എനിക്ക് എങ്ങനെ വേർതിരിച്ച് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നു, എൻ്റെ ചക്ഷുരേന്ദ്രിയം എന്നെ പറ്റിക്കാത്തതുകൊണ്ടാണ്, എന്നെ കബളിപ്പിക്കാത്തത് കൊണ്ടാണ് സത്യമായി ഞാൻ അനുഭവിക്കുന്നത്, അല്ലേ. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ സത്യം ചക്ഷുരേന്ദ്രിയത്തിലൂടെ കാണുന്ന അനുഭവങ്ങളാകുന്നു എന്ന് ചിന്തിച്ചാൽ അത് ഉപാസനയായി. അതിന് സഹായിക്കുന്നത് ആദിത്യനാണ്, ആദിത്യനെ കൊണ്ട് ധർമ്മം ചെയ്യിക്കുന്നത് പരമാത്മാവാണ് എന്ന് ചിന്തിച്ചാൽ പൂർണ്ണ ഉപാസനയായി, സ്മരണയായി. അത് അങ്ങ് ചെയ്യ വേണം. അതുകൊണ്ടാണ് ചക്ഷുഹു വൈ സാമ്രാട് പരമം സത്യം. അവിടെ വൈ എന്നുള്ള വാക്കില്ലേ, ചക്ഷുഹു വൈ, വൈ എന്ന് വെച്ചാൽ therefore. ഇവിടെ വൈ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം therefore, അതുകൊണ്ട്. ചക്ഷുഹു സാമ്രാട്, സാമ്രാട് ചക്ഷുഹു, ചക്ഷുഹു എന്ന് വെച്ചാൽ ചക്ഷുരേന്ദ്രിയ, ചക്ഷുരേന്ദ്രിയ അടിസ്ഥാന ദേവത ആദിത്യ. രണ്ടർത്ഥമുണ്ട് ഇവിടെ ചക്ഷുഹു എന്ന വാക്കിന്. ഒന്നാമത്തെ അർത്ഥം ചക്ഷുരേന്ദ്രിയം, രണ്ടാമത്തെ അർത്ഥം ചക്ഷുരേന്ദ്രിയ അടിസ്ഥാന ദേവത ആദിത്യൻ. ചക്ഷുരേന്ദ്രിയ അടിസ്ഥാന ദേവത ആദിത്യൻ.
വൈ അല്ലേ, വൈ. അതുകൊണ്ട് therefore അല്ലയോ സാമ്രാട്ട്, ചക്ഷുരേന്ദ്രിയവും ചക്ഷുരേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവതയും ഞാനിവിടെ പരമം സത്യം, പരമം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം, സുപ്രീം എന്നുള്ള അർത്ഥമാണ് ഇവിടെ പരമം എന്ന് പറഞ്ഞാൽ. ഏറ്റവും മഹത്വമായ ശ്രേഷ്ഠമായ സത്യമായി ഞാൻ അങ്ങക്ക് വിശേഷണമായി പറഞ്ഞു തന്നത്. ഇത്രയും ഉപായമാണ്. അപ്പം ജ്ഞാനോപദേശം കഴിഞ്ഞു, ജ്ഞാനോപായം കഴിഞ്ഞു. പിന്നെ എന്താണ് അടുത്തത്? ഫലം അല്ലേ, അതാണ് അടുത്തത്. ന ഏനം ചക്ഷുഹു ജഹാതി, ന ഏനം ചക്ഷുഹു ജഹാതി മുഖ്യഫലം അല്ലേ. പിന്നെ സർവാണി ഏനം ഭൂതാനി അഭിക്ഷരന്തി അവാന്തരഫലം 1. പിന്നെന്താ? ദേവോ ഭൂത്വാ ദേവാനി അഭിക്ഷരന്തി അവാന്തരഫലം 2 അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് തന്നെ ആവർത്തിക്കുക. ആരാണോ ഈ വിധം ചക്ഷുരേന്ദ്രിയത്തിനെ സത്യസാക്ഷിയായി ദൃക്സാക്ഷിയായി ഉപാസിക്കുന്നത്, നിരന്തരം സ്മരിക്കുന്നത്, എനിക്ക് സത്യാനുഭവം കാഴ്ചയിലൂടെ ഉണ്ടാക്കി തരുന്നത് ആദിത്യൻ്റെയും പരമാത്മാവിൻ്റെയും സഹായത്തിനാലാണ് എന്നാര് സ്മരിക്കുന്നു, അവർക്ക് എന്താണ്? ന ഏനം ചക്ഷുഹു ജഹാതി, അവരെ ഒരിക്കലും ചക്ഷുരേന്ദ്രിയം ചതിക്കില്ല എന്ന്, ഉപേക്ഷിക്കില്ല എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ആദിത്യ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ ആദിത്യൻ മാത്രമല്ല, പ്രഥമ അനുഗ്രഹം ആദിത്യൻ്റെയാണ്. കാരണം എന്താ? ആദിത്യനെയാണ് ഇവിടെ കൂടുതൽ സ്മരിക്കുന്നത്. അതുകൊണ്ട് ആദിത്യ ദേവതയുടെ പ്രഥമാനുഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ മുഖ്യഫലമായി അതിനെ പറഞ്ഞത് നയേനം ചക്ഷുഹു ജഹാതി. അത് കഴിഞ്ഞ് അടുത്ത എന്താണ്? അവാന്തര ഫലത്തിൽ ആദിത്യൻ മാത്രമല്ല, സർവാണിയേനം ഭൂതാനി, സർവദേവതകളും സർവജീവരാശികളും അഭിക്ഷരന്തി, അവരെ സംരക്ഷിക്കും. പിന്നെ അടുത്ത രണ്ടാമത്തെ ഫലം ദേവോഭൂത ദേവാനി അഭി, ക്രമമുക്തി അല്ലെ. ദേവതകൾ അവർ പുനർജനിക്കുന്നത് ഒരിക്കലും ദുഃഖശരീരത്തിലായിരിക്കില്ല. അവർക്ക് ഉയർന്നുയർന്ന ശരീരത്തിലൂടെ ക്രമമുക്തരാകും. അവർ ഉപാസനയുടെ പുണ്യം കൊണ്ട് അവരാ പുണ്യമായിട്ട് പുനർജനിക്കുന്നത് ദേവലോകത്തായിരിക്കും. ആ ദേവതകളുടെ സഹായത്തിനാൽ അനുഗ്രഹത്തിനാൽ അവർ ക്രമമുക്തരാകും. തിരിച്ചൊരു പുനരാവർത്തി ദുഃഖശരീരത്തിൽ ഉണ്ടാവില്ല. ഏവം വിദ്വാൻ ഏതതുപാസ, ഏതൊരു വിദ്വാനാണോ, വിദ്വാൻ എന്ന് വെച്ചാൽ ഇവിടെ ഉപാസകൻ, ആദിത്യനെ ഈ വിധത്തിൽ ഉപാസിക്കുന്നത്, സത്യമായി കണ്ട് ഉപാസിക്കുന്നത്, ആ ശ്രേഷ്ഠതയോടെ ഉപാസിക്കുന്നത്, അവർ വിദ്വാൻ, അവർക്ക് ഈ ഫലമായിരിക്കും. അപ്പോൾ ജനക മഹാരാജാവ് ഇത് കേട്ടപ്പോൾ മനസ്സിലായി എനിക്ക് പൂർണ്ണജ്ഞാനം കിട്ടിയെന്ന്. ഏത്? ഈ വിഷയത്തിൽ പൂർണ്ണജ്ഞാനം. ഏത് വിഷയത്തിൽ? ആദിത്യൻ എന്നത് ദേവത മാത്രമാണ്, ബ്രഹ്മനല്ല എന്ന വിഷയത്തിൽ എനിക്ക് പൂർണ്ണജ്ഞാനം കിട്ടിയെന്ന് മനസ്സിലായി. ജനക മഹാരാജാവ് പറയുന്നു, ഹസ്തി ഋഷഭം സഹസ്രം. അവിടെ എന്താക്കണം? ഹസ്തി ഋഷഭം സഹസ്രം ദദാമി അല്ലേ. ഇതിഹോവാച ജനകോ വൈദേഹ, ജനക മഹാരാജാവ് ഞാൻ ഇന്നത് നൽകാം, വാഗ്ദാനമാണത്. ദധാമി എന്ന് വെച്ചാൽ വാഗ്ദാനമാണ്, വാക്കുകൊണ്ട് പറയുകയാണ് ഞാൻ ഇന്നത് നൽകാം എന്ന് അല്ലേ. അത് രാജാനുശാസനം അങ്ങനെയാണ് അല്ലേ. രാജാക്കന്മാർ, ചക്രവർത്തിയാണ് പ്രത്യേകിച്ച് ജനക മഹാരാജാവ്, ഇവിടെ സാമ്രാട്ടാണ്. അപ്പം അവരുടെ രീതി അങ്ങനെയാണ്, അവർക്ക് അതേ ശീലമുള്ളൂ. നമുക്ക് ജനമഹാരാജാവിന് യാജ്ഞവൽക്യ മഹർഷിയോട് ബഹുമാനമില്ല, ആദരവില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ശീലിച്ചു വന്നത് അതാണല്ലേ. ഞാൻ ആജ്ഞാപിക്കുന്നു, ഇത് നമ്മൾ 3-ാം അധ്യായത്തിലും കണ്ടതാണ് അല്ലേ. ഞാൻ 1000 സ്വർണ്ണ കുളമ്പുകൾ കെട്ടിയ പശുക്കളെ ദാനം ചെയ്യാമെന്ന് അവിടെയും ആജ്ഞാപിക്കുകയാണ്. ജനക മഹാരാജാവ് യുദ്ധസഭയിലിരുന്ന് നമ്മൾ കണ്ട് ജൽപരൂപോപത്തി പ്രകരണത്തിൽ കണ്ടത്. അപ്പം അവരുടെ രീതി അതാണ് അല്ലേ. അല്ലാണ്ട് യാജ്ഞവൽക്യ മഹർഷിയോടുള്ള ധിക്കാരമായിട്ടോ
അനാദരവായിട്ടോ ഒന്നും നമ്മളിതിനെ കാണണ്ട. പക്ഷെ ആ ശിഷ്യന്റെ പൂർണ്ണഭാവത്തിലേക്ക് ജനക മഹാരാജാവ് എത്തിയിട്ടില്ല. ഗുരുപസക്തിയൊക്കെ നടത്തി, പക്ഷെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ദധാമി എന്നുള്ള വാക്ക് ഇവിടെ പ്രയോഗിച്ചത് അല്ലെ. ആ ഒരു അല്പം ശ്രദ്ധയില്ലായ്മ നമുക്കിവിടെ കാണാം. അത് ശിഷ്യനെ ശ്രദ്ധാലു ആക്കണമല്ലോ. അതുകൊണ്ട് എന്താണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്, എനിക്ക് വേണ്ട. സഹോവാച യാജ്ഞവൽക്യ, ജനക മഹാരാജാവിനോടായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, എന്താണ്, അദ്ദേഹത്തിനെ വിഷമിപ്പിക്കണ്ടല്ലോ അല്ലെ. കാരണം ഞാൻ സാമസ്രവസിൻ്റെ അടുത്ത് ആരോടും അനുമതി ഇല്ലാണ്ട് കൊടുത്തു വിട്ടതാണ് 3-ാം അധ്യായത്തിൽ. അപ്പോൾ ജനക മഹാരാജാവ് ഒന്നും മിണ്ടാണ്ട് അധ്യക്ഷനായിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എതിർത്തില്ല. അപ്പോൾ അന്നേ ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള ശ്രദ്ധ കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒറ്റ വാക്കിലൊന്നും ശാസന നൽകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, വളരെ ലളിതമായി സൗമ്യമായി പറയുന്നു, ഇല്ല ഇല്ല, പിതാമേ അമന്യത, എൻ്റെ അടുത്ത് യജ്ഞവൽക്യൻ, വാചസ്സനെ, വൈശംപായനൻ ഇത്യാദി എൻ്റെ പിതാമഹന്മാർ, എൻ്റെ ഗുരുസ്ഥാനീയർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാനു ശിഷ്യ, ശിഷ്യന് ഉപദേശം നൽകി ഞാൻ കൃതാർത്ഥനാകാതെ, ഏത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനായ യാജ്ഞവൽക്യൻ ഗുരുനാഥൻ കൃതാർത്ഥനാകാതെ ദക്ഷിണ വാങ്ങാൻ പാടില്ല. അതുകൊണ്ട് അതെനിക്ക് ബ്രഹ്മഹത്യാ പാപത്തിലേക്ക് എന്നെ നയിക്കും. അതുകൊണ്ട് ഞാനത് വാങ്ങുന്നില്ല. ഇവിടെയും യാജ്ഞവൽക്യ മഹർഷിയും ജനക മഹാരാജാവിനെ ആദരിക്കുന്നു. നമ്മൾക്കിവിടെ കാണാം. ഹര ഇത ഇതി, എങ്ങനെ വാങ്ങിച്ചേനെ? ഹസ്തി ഋഷഭം സഹസ്രം മേ സമർപ്പയാമി, ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു എന്ന് പദമാണ് ഇവിടെ പ്രയോഗിച്ചിരുന്നെങ്കിൽ വാങ്ങിച്ചേനെ. ഞാൻ പറയുന്നതല്ല, ഭഗവത് പാദർ തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നതാണ്. അപ്പം വാങ്ങാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്, ശിഷ്യൻ എന്തായിരിക്കണം, ആ സമർപ്പണ ഭാവം ഉണ്ടായാലേ ശിഷ്യനാവുകയുള്ളൂ അല്ലേ. അത് വന്നിട്ടില്ല. കാരണം അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എത്തും. 6 ബ്രാഹ്മണങ്ങളല്ലേ കിടക്കുന്നത്. അവിടേക്ക് എത്തുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈപ്പിളായി മാറും. അപ്പോൾ അതിന് മുമ്പുള്ള ആ തുടക്കമാണല്ലോ. അപ്പോൾ ശിഷ്യനെ വേദനിപ്പിക്കാൻ പാടില്ല, ശിഷ്യനെ വളർത്തുകയും ചെയ്യണം. പിന്നെ എന്താണ് മറ്റൊരു കാരണം നമ്മൾ കണ്ടിരുന്നു, സഹസ്രം ദധാമി അല്ലേ. ഞാൻ അങ്ങേക്ക് ആ സംഖ്യാപ്രാധാന്യം പറഞ്ഞുകൂടെ അല്ലെ. സഹസ്രം എന്ന സംഖ്യ അറിയാലോ അല്ലെ, നമ്പർ. സംഖ്യാപ്രാധാന്യത്തോടുകൂടി പറഞ്ഞു ദധാമി എന്ന്. ഇപ്പം ഹസ്തി ഋഷഭം ദധാമി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റായേനെ ആ സിറ്റുവേഷൻ. പക്ഷെ എന്ത് ചെയ്തു, ജനക മഹാരാജാവ് സഹസ്രം ദധാമി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ സംഖ്യാപ്രാധാന്യം ശിഷ്യന് വീണ്ടും ബ്രഹ്മഹത്യാപാപം ഉണ്ടാക്കും. അതുകൊണ്ടും കൂടെ ശിഷ്യനെയും രക്ഷിക്കുവാൻ വേണ്ടിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അതിനെ നാനനുശിഷ്യ, നീ ഉത്തമ ശിഷ്യനായിട്ടില്ല എന്നുള്ള ആ കൃതാർത്ഥത്വവും എനിക്കുണ്ട്. ഞാൻ പൂർണ്ണമായും നിനക്ക് അറിവ് നൽകിയില്ല, പൂർണ്ണജ്ഞാനത്തെ നൽകിയിട്ടില്ല എന്നുള്ള ആ കൃതാർത്ഥത്വവും എനിക്കുണ്ട്. 2 കാരണമാണ്. ഒന്ന്, ശിഷ്യൻ പൂർണ്ണനായിട്ടില്ല എന്നുള്ള ആ കൃതാർത്ഥത. 2, ജ്ഞാനം നൽകി ഞാൻ കൃതാർത്ഥനായിട്ടില്ല, ഞാൻ പൂർണ്ണമായിട്ടില്ല, ജ്ഞാനോപദേശം നൽകി ഞാൻ പൂർണ്ണനായിട്ടില്ല എന്നുള്ള ഗുരുവിൻ്റെ അകൃതാർത്ഥതയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഹര ഇത ഇതി, വാങ്ങിയില്ല. അടുത്ത മന്ത്രം ഒന്ന് പദം ചെയ്തിക്ക് എളുപ്പമാണ്. ഇത് തന്നെ അടുത്ത ആള് വന്നിട്ട് എന്തു പറയുന്നു, അടുത്ത ഒരു ദേവത ആണ് ബ്രഹ്മൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. പഞ്ചമ മന്ത്രം. വ്യാഖ്യാനം നമുക്ക് നാളെ പഠിക്കാം, അന്വയം ചെയ്യാം. പദച്ഛേദം ചെയ്യാം. പഞ്ചമ മന്ത്രം. യത് ഏവതേ കച്ചിദബ്രവീത് കോമ.
शृण्वामिति अब्रवीद् मे ഗർദ്ധവീ വിപീതഃ. വിപീതഃ വിസർഗമാണ് അവിടെ കേട്ടോ. ഭരദ്വാജഃ. ഒരു മിനിറ്റ്. ഭാരദ്വാജനാണ് കേട്ടോ. നിങ്ങൾ പേജ് 322 നോക്കൂ. വേർഡ് ബൈ വേർഡിൽ ഭാരദ്വാജനാണ്. പക്ഷെ മൂലമന്ത്രത്തിൽ ഭരദ്വാജൻ എന്നാണ്. അത് മാറ്റി ഭായ്ക്ക് ദീർഘം ഇടുക. പേജ് 321 321 മലയാളം പുസ്തകമുള്ളവർ 321 ഗർദ്ധഭീ വിപീതഃ ഭാരദ്വാജഃ എന്നാക്കുക അല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കൂ. 322 ഭാരദ്വാജൻ, ഭരദ്വാജന്റെ പുത്രൻ ഭാരദ്വാജനാണ് അല്ലേ. ഒന്നുകൂടെ പറയാം. യത് ഏവതേ കച്ചിദ് അബ്രവീത് ശൃണ്വാമിതി അബ്രവീത് മേ ഗർദ്ധവീ വിപീതഃ ഭാരദ്വാജഃ കോമ ശ്രോത്രം വൈ ബ്രഹ്മേതി കോമ യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത് കോമ തഥാ തത് ഭാരദ്വാജഃ. കണ്ടോ അവിടെ ശരിയാണ്. തഥാ തത് ഭാരദ്വാജഃ അബ്രവീത് തത് ശ്രോത്രം വൈ ബ്രഹ്മേതി കോമ അശൃണ്വതോ ഹി കിം സ്യാദ് ഇതി. അബ്രവീത് തു തേ തസ്യ ആയതനം പ്രതിഷ്ഠാം. നമേ അബ്രവീത് ഇതി കോമ ഏകപാദ്വാ ഏതത് സാമ്രാട് ഇതി കോമ സഹ വൈ നോ ബ്രൂഹി യാജ്ഞവൽക്യഃ ശ്രോത്രം ഏവ ആയതനം കോമ ആകാശഃ പ്രതിഷ്ഠ അനന്ത. ആ വാക്ക് അണ്ടർലൈൻ ചെയ്യുക. അനന്ത. സത്യം എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഇവിടെ അനന്ത എന്നുള്ള വിശേഷണം കൊടുക്കുകയാണ്. അനന്ത. ഇത്യേനത് ഉപാസീത. ഇതി ഏനത് ഒരുമിച്ച് പറയുമ്പോൾ ഇത്തേനത് ഉപാസീത കോമ കാ അനന്തത. കാ കഴിഞ്ഞൊരു ഗ്യാപ്പുണ്ട്. കാ അനന്തത. യാജ്ഞവൽക്യഃ ദിശ ഏവ സാമ്രാട് ഇതി. ദിശ ഏവ സാമ്രാട് ഇതി ഹോവാച. ദിശ ഏവ സാമ്രാട് ഇതി ഹോവാച. തസ്മാത് വൈ. തസ്മാത് വൈ സാമ്രാട് അപി. സാമ്രാട് അപി. സാമ്രാട് അധിക അപി. യാം കാം ച ദിശം ഗച്ഛതി കോമ. ഗച്ഛതി കഴിഞ്ഞ് കോമയുണ്ട്. ഗച്ഛതി കോമ ന ഏവ അസ്യ അന്തം ഗച്ഛതി കോമ അനന്തത. അനന്താഹി ദിശഃ. അനന്താ ഹി ദിശഃ. ദിശോ വൈ സാമ്രാട് ശ്രോത്രം കോമ ശ്രോത്രം വൈ സാമ്രാട് പരമം ബ്രഹ്മ ന ഏനം ശ്രോത്രം ജഹാതി സർവാണി ഏനം ഭൂതാനി അഭിക്ഷരന്തി ദേവോ ഭൂത്വാ ദേവാനി അപ്യേതി യഹ. യാ കഴിഞ്ഞ് വിസർഗം. യഹ ഏവം വിദ്വാനേതദുപാസ്തേ കോമ ഹസ്തേ വൃഷഭം സഹസ്രം ദധാമി ഇതി ഹോവാച. ജനകോ വൈദേഹഃ
സഹോവാച യാജ്ഞവൽക്യഃ പിതാ മേ അമന്യത ന അനനുശിഷ്യ ഹര ഇത ഇതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൂർണ്ണമത കഴിഞ്ഞ് ചോദിക്കുക. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.